പക്ഷേ ജോർജ് കുര്യൻ നോക്കൂ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ റാലിയിൽ ഉയർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന്. ഞങ്ങൾക്ക് വോട്ട് തരൂ, ഞങ്ങളെ ജയിപ്പിക്കൂ എന്നല്ല. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായി നടത്തണം. രണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ വകുപ്പുകളെ പ്രതിപക്ഷത്തിന് നേരെ അഴിച്ചുവിട്ട് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തടയരുത്. മൂന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുകൾക്ക് മുകളിൽ കൈവച്ച് അവരുടെ പ്രവർത്തനം തടഞ്ഞ് അവരെ ശ്വാസം മുട്ടിക്കരുത്. 4, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു SIT അന്വേഷണം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നടത്തണം. 5, എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇത് ഉറപ്പാക്കുക എന്ന് പറയുന്നത് പരമപ്രധാനമല്ലേ? നോക്കൂ, കഴിഞ്ഞ ദിവസം USA, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണ്. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? ഐക്യരാഷ്ട്രസഭ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ചില ആശങ്കകൾ ന്യായമായും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു റഷ്യൻ മോഡൽ ഡെമോക്രസിയിലേക്ക് പോവുകയാണോ എന്ന ഭയം ലോകരാഷ്ട്രങ്ങൾക്ക് പോലും ഉണ്ട്, ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഉണ്ട്. അഭിലാഷേ, ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാരണം ഞങ്ങൾ എന്തൊക്കെ സഹിച്ചെന്നറിയോ? അത് ആദ്യം മനസ്സിലാക്കണം. 2014, 2015 ഇത് ഓൺലൈനിൽ ഫയൽ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് മോഡി വന്നതിന് ശേഷം ഡിജിറ്റൽ മേഖലയിലുണ്ടായ ആ കുതിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചത്, ഞങ്ങളുടെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള സർവ്വ അക്കൗണ്ടുകൾ ഞങ്ങൾ ക്ലോസ് ചെയ്തു. എന്താ കാര്യം? ഒരു നിയോജക മണ്ഡലത്തിലെ കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ നോട്ടീസ് വരും കേന്ദ്ര കമ്മിറ്റിക്ക്. കേരളത്തിലല്ല വരുന്നത്, സംസ്ഥാന കമ്മിറ്റിക്കല്ല വരുന്നത്, കേന്ദ്ര കമ്മിറ്റിക്ക് വരും. പിന്നെ അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ എത്ര മാസം എടുക്കും? അതുകൊണ്ട് പടിപടിയായിട്ട് നിയോജക മണ്ഡലം ഈ അക്കൗണ്ടുകളെല്ലാം ഞങ്ങൾ കൂട്ടി, എല്ലാം ക്ലോസ് ചെയ്തു. ഇതിനുള്ള അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല സംസ്ഥാന തലം വരെയും കംപ്ലീറ്റ് ഞങ്ങൾ ക്യാഷ്ലെസ് ആക്കി. കാരണം കണക്ക് ശരിയാകണമെങ്കിൽ ക്യാഷ്ലെസ് ആക്കി. ഇനിയുള്ളത് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളാണ്. ജില്ലാ കമ്മിറ്റിയുടെ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ ഈ 540 ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ കൂടുതലുണ്ട്, പലതും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 600 ജില്ലാ കമ്മിറ്റികളിൽ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി ഈ കണക്കിലൊരു വീഴ്ച വരുത്തിയാൽ നോട്ടീസ് വരും. ആർക്കാ വരുന്നത്? കേന്ദ്ര കമ്മിറ്റിക്ക് നോട്ടീസ് വരും. അങ്ങനെയാണ് സംവിധാനം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന്, സംസ്ഥാന ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും ഈ അക്കൗണ്ടുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും എൻട്രിയുടെ കുഴപ്പമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ 20% ഞങ്ങൾ ചെലവഴിക്കുന്നത് അക്കൗണ്ട് ക്ലിയർ ചെയ്യാനാണ്. ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ട്രഷറർ, സംസ്ഥാന ട്രഷറർ, സംസ്ഥാന അക്കൗണ്ടന്റ്, CA എല്ലാ ദിവസവും കൂടണം. ഇനി ഞങ്ങൾക്ക് നോട്ടീസ് വന്നില്ല എന്ന് പറയാറായിട്ടില്ല. കാരണം ഏതാനും വർഷത്തിൻ്റെ ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളൂ. ഇത് ഇപ്പം ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു നിർമ്മിത ബുദ്ധി പോലെയാണ് അതിന്റെ ആ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം. എവിടെയെങ്കിലും ഡിഫക്റ്റ് വന്നാൽ അപ്പോഴേ നോട്ടീസ് അയക്കും. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഈ നിർമ്മിത ബുദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുള്ളൂ. നോക്കൂ, സീതാറാം കേസരി AICCയുടെ ട്രഷററായിരുന്ന കാലത്ത് 1993-94 കാലത്തെ ആദായ നികുതിയുടെ കണക്ക് വരെ കോൺഗ്രസ് ഇപ്പൊ പറയണം. കഴിഞ്ഞ കൊല്ലം മാർച്ച് മാസം ഉണ്ടായിരുന്നില്ലേ? അതിന് മുമ്പത്തെ കൊല്ലം മാർച്ച് മാസം ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ലേ ശ്രീ ജോർജ് കുര്യൻ? അല്ലല്ല 2020 ഞങ്ങൾക്ക് വന്നതാണ്. ഞങ്ങളോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചതാണ്. അപ്പോഴാണ് പതുക്കെ ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റി കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ മറുപടി പറയണത് ക്ലിയർ ചെയ്യണം. എത്ര മാസത്തെ പണിയാണെന്നറിയാവോ? ആദ്യം ഇതുപോലത്തെ നോട്ടീസല്ല, കോൺഗ്രസ്സുകാർക്കൊരു 100 നോട്ടീസ് വന്നതായിരിക്കും. മാർച്ച് മാസമാണിത്, ഇയർ എൻഡിംഗ് ആണ്, സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ്. അതുകൊണ്ടാണ് ഒരു പണി അവർ ചെയ്തിട്ടില്ല. ആ ഇൻകം ടാക്സിൻ്റെ ആ ആക്ട് എടുത്ത് വായിച്ചു നോക്ക്. അത് മാത്രമല്ല, നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 29C അനുസരിച്ച് ഈ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരു പാർട്ടിക്കും ഈ എക്സംഷൻ കിട്ടില്ല. ഒരു വരുമാനത്തിനും ടാക്സ് അടയ്ക്കണ്ട. ഈ കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ ഈ 4600 കോടി രൂപയുടെ BJPക്ക് അടയ്ക്കണമെന്ന്? അത് ഞങ്ങൾ റിട്ടേൺ അടച്ചതിൻ്റെയാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് BJPയും ഇതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ അടുത്തത് വരാൻ പോകുന്നത് ഇനി ശരിയായില്ലെങ്കിൽ ഞങ്ങളുടെ ജില്ലാ തലത്തിലുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യേണ്ടി വരും.
അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ടാണ്. അത് നമ്മുടെ സംവിധാനങ്ങൾ കുറച്ചും കൂടെ ഫെയർ ആയതുകൊണ്ടാണ്, വളരെ ക്ലിയറായി, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റായി. അതുകൊണ്ടാണ് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ പരിശോധിച്ച് വരുന്ന അവസരത്തിൽ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു പക്ഷേ വന്നേക്കാം. അതിന് എല്ലാവരെയും എന്തിനാണ് അടച്ചേക്ഷേപിക്കുന്നത്? ഞങ്ങളിത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളൊന്ന് പറയട്ടെ. ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരു പാർട്ടിയുടെ, ഇവർക്ക് ക്ലോസ് ചെയ്യണ്ടല്ലോ, ചെയ്തിട്ടില്ലല്ലോ. അത് ഞങ്ങൾ ക്ലോസ് ചെയ്തു കഴിഞ്ഞ 10 വർഷം കൊണ്ട്, പടിപടിയായിട്ട് ക്ലോസ് ചെയ്തു. ഇനിയും വരികയാണെങ്കിൽ, ഇനിയും നോട്ടീസോ വല്ലതും വരികയാണെങ്കിൽ ഞങ്ങളുടെ ജില്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യേണ്ടി വരും. സംസ്ഥാന തലത്തിലേ ഉണ്ടാകുള്ളൂ. 2000 രൂപയിൽ കൂടുതൽ അത് വാങ്ങിക്കണമെന്നുള്ള നിയമ വ്യവസ്ഥകൾ അറിയാവോ? അത് മാത്രമല്ല 20,000-ൽ കൂടുതലായിട്ടുള്ളത് മുഴുവൻ ഡിജിറ്റലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വരും, ഇൻഡാസ് വരും, നോട്ടീസ് വരും. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ക്ലിയർ ചെയ്യുന്നത്. ഞങ്ങൾ അപ്പോൾ ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. കോൺഗ്രസ്സുകാരെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എനിക്കറിയില്ല, അവർ പറഞ്ഞു അവരുടെ പാൻ നമ്പറിൻ്റെ പ്രശ്നമാണ്, പഴയ നമ്പറാണ് ഉപയോഗിച്ചതെന്ന്. വലിയ ഫൈനാണ്. വ്യക്തികൾക്ക് വരുന്ന അതേ ഫൈൻ വരും. നിങ്ങൾ എക്സംഷന് വേണ്ടി അപേക്ഷിച്ചില്ല എങ്കിൽ, റിട്ടേൺ ചെയ്തില്ല എങ്കിൽ, റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അഭിലാഷിന് വരുന്ന ഫൈൻ എത്രയാണോ അതുപോലെ തന്നെ ഫൈൻ വരും. ഒരു എക്സംഷനും ഇല്ല. ശരി, അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയല്ല, ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ അങ്ങ് വിശദീകരിച്ചല്ലോ, ഞാൻ വരാം. നിയമം അനുസരിക്കാൻ വേണ്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ശരി, ഓക്കെ.